മാധവങ്ങൾ ഓ ഇനി ഒരു എവർഗ്രീൻ പാട്ടം കേട്ടാലോ? കേൾക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ഒന്നും അല്ലല്ലോ ഇപ്പൊ വരണത് ഇവിടേക്ക്. ഇതാ വേറൊരു ചേച്ചി അല്ലേ? ഇതാരാ ഇത്? നമ്മുടെ ഫിനാലെ ആവാറായപ്പോ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഏറ്റവും അറ്റത്ത് കഴിവ് മൊത്തം പുറത്തെടുക്കാന്നറിയില്ലേ? ഇതാരാ ഇത്? ഒരു കുരുവിക്കുട്ടിയാണേ. അതേട്ടോ, കുഞ്ഞു കുരുവിക്കുട്ടി ആണോ? ആ അതെ. കുരുവി ഏതാ പാട്ട്? കല്യാണക്കുരുവിക്കു പുല്ലാനി പുതകെട്ടൻ പുല്ലും നെല്ലും വൈക്കോലും. പഴയ പാട്ടല്ലേ? ആഹാ, എവർഗ്രീൻ ആണ്, അതെ. നിത്യഹരിത ഗാനം. സാധാരണ ആരും പാട്ട് ഏതാന്ന് ചോദിക്കുമ്പോ പാടി തരാറില്ല അല്ലേ മീനുട്ടെ? എസ്തർ കുട്ടി എപ്പോഴും അതെ, അതെ. പാടിത്തരും ബേബി. അങ്ങനെയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞോ കുരുവി. സിനിമ ആഭിജാത്യം. ഓക്കെ. മ്യൂസിക് A.T. ഉമ്മർ സാർ. എഴുതിയത് പി ഭാസ്കരൻ സാർ. പി ഭാസ്കരൻ സാർ. പാടിയത് പി ലീലാമ്മ. വർഷം 1971. യെസ്. അപ്പൊ കുരുവിക്കുട്ടിക്ക് പാടാം അല്ലേ? ഇന്ന് ഗ്ലും ഒന്നും ഉണ്ടാവില്ലല്ലോ? ഗ്ലുമു ശ്വാസം മുട്ടും. ഓക്കെ, അല്ല അതൊക്കെ പോയി നാളെ റബ്ബർ തോട്ടം വഴി ഓടിപ്പോണ കണ്ടില്ലേ? ആണല്ലേ? തുടങ്ങാം അല്ലേ? ഓക്കെ, ബെസ്റ്റ്. താങ്ക് യു. കല്യാണക്കുരുവിക്കു പുല്ലാനി പുതകെട്ടൻ പുല്ലും നെല്ലും വൈക്കോലും പന്നിയും പായയും
പുല്ലും നെല്ലും വൈക്കോലും പന്നിയും പായയും കുമ്മായം ഇല്ലിയും ചുള്ളിയും മുന്തായം ദാരിദാരോ ദാരിദോ ദാരിദാരോ ദാരിദോ ദാരിദാരോ ദാരിദോ ദാരിദാരോ ഗുഡ് മോളെ, ഗുഡ്. കോറസ് നൈസ്. താങ്ക് യു സർ. എസ്തർ കുട്ട എന്തോ ഒരു ചേച്ചിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആ ഒരു കുരുവി ചേച്ചി അല്ലേ? ആ നല്ല രസമായിട്ട് പാടി കേട്ടോ, താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. ഒത്തിരി ഭാഗങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയാ മോന്തായം എന്ന് പാടുന്നത്? എങ്ങനെയാ? കല്യാണക്കുരുവിക്കു പുല്ലാനി പുര കെട്ട പുല്ലും നെല്ലും വൈക്കോലും അതുകൊണ്ട് അവിടെയുണ്ട്. പന്നിയും പായയും കുമ്മായം ഇല്ലിയും ചുള്ളിയും മുന്തായം ഓ, നല്ല ഫീൽ കേട്ടോ. വൈക്കോലും ഉണ്ട് അത് ചെറുതായിട്ട്. ഫുൾ പാട്ടില് ഭയങ്കര ഫീല്, അതെ നല്ല ഫീൽ ചെയ്താ രാരിരൊക്കെ പാടുമ്പോഴത്തേക്ക് നല്ല ഫീൽ. അതെ. ഇങ്ങനെ ചാച്ചി ഉറങ്ങാൻ തോന്നുന്നു എനിക്ക് ഇങ്ങനെ രാരീരം പാടുമ്പോ. അത്ര ഫീലായിരുന്നു. എസ്തർ കുട്ടിക്ക് അത് എന്താ ഇൻബോൺ ടാലന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫീല് കൊടുത്ത് പാടാനുള്ള ആ ഒരു കഴിവ് നമ്മുടെ എസ്തർ ബേബിക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് കേട്ടോ. അതിനൊരു ഭാവഗായികയാണ്. യെസ്, ഒരു ഉഗ്രൻ കയ്യടി അതിന്. യെസ്. പിന്നെ മിടുക്കിയായിട്ട് പാടി കേട്ടോ ഒരുപാട് ഭാഗങ്ങള്. എനിക്ക് പിച്ചാണ് ഇന്നത്തെ വില്ലൻ. ഇന്നത്തെ വില്ലൻ ആരാ? പിച്ച്. ശ്രുതി. അവിടെ ഇവിടെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പോകണ്ടായിരുന്നു. പറയട്ടെ എവിടെയൊക്കെയാന്ന്? പുല്ലും നെല്ലും വൈക്കോലും ആദ്യത്തെ പല്ലവി പാടിയ സ്ഥലത്ത് പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നോണ പൈങ്കിളി പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കുന്നത്തെ തെങ്ങിൻ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. രാരിരാരോ ഓ ക്ഷണം വേണം, നാട്ടുകാർക്കെല്ലാം ക്ഷണം വേണം എന്ന് പറഞ്ഞ ഭാഗത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു 2 ഗ്ലൂമും വന്നു അതിന്റെ ഇടയില്. ഗ്ലൂം 1 ആൻഡ് ഗ്ലൂം 2. ഓടിപ്പോയ ഗ്ലുമാണോ തിരിച്ചു വന്നത്? ഓടിപ്പോയ ഗ്ലൂം ദേ ഞങ്ങള് നോക്കുമ്പോ ഇങ്ങനെ പല്ലവി പാടി കഴിഞ്ഞിട്ട് പല്ലവിയുടെ എൻഡ് ആവുമ്പോഴത്തേക്ക് വന്നു എസ്തർ ബേബി. അവിടെ ഗ്ലൂം ഒക്കെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ബ്രെത്ത് മൊത്തത്തില് കിട്ടാണ്ടായി. അങ്ങനെ കുറച്ച് ഇങ്ങനെ പാടി. അങ്ങനത്തെ കുഞ്ഞു പ്രശ്നങ്ങൾ. പക്ഷെ ബേബി അല്ലേ നമ്മുടെ എസ്തർ ബേബി, ഇല്ലേ? കുഞ്ഞാവയാണ്. ഇപ്പൊ ലങ്സ് ഒക്കെ വളരുന്നേ ഉള്ളൂ, വളർന്ന് ഗുഡ്ഗളാവുന്നേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ പാടുവാണെങ്കിൽ ഒരു 3 years കഴിഞ്ഞ ഏമാതിരി പാട്ടായിരിക്കും. മിടുക്കിയല്ലേ എസ്തർ ബേബി? മിടുക്കിയല്ലേ? ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ പോട്ടെ, നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എത്ര പഴയ പാട്ടാ അല്ലേ? അതെ. അച്ഛൻ ജനിച്ചിട്ടില്ല, ഞാൻ പോലും ജനിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പൊ അത്രയും പഴയ പാട്ട് അത് വെറുതെ കേട്ടോ. ചിലപ്പോ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. അഗൈൻസ്റ്റ് ക്യാൻസലേഷൻ, റിസർവ്ഡ് അഗൈൻസ്റ്റ് ക്യാൻസലേഷൻ. കാരണം ഏത് മാസാന്ന് എഴുതിയിട്ടില്ലല്ലോ. 1971 ജനിച്ചേക്കണേ. അപ്പൊ അത്രയും പഴയ പാട്ട് ഇന്ന് പുനർജനിക്കാണ് നമ്മുടെ എസ്തർ കുട്ടിയുടെ വോയിസിലൂടെ കേട്ടോ. അപ്പൊ പഴയ സ്വർണത്തിന് പുതിയ തിളക്കം വന്ന പോലെ തോന്നണേ. ഇപ്പൊ നന്നായിട്ട് തിളങ്ങുന്നുണ്ടേ കേട്ടോ. പിന്നെന്താ വെച്ചാ എസ്തർ കുട്ടിക്ക് ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത് ഫീല് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പൊ എസ്തർ കുട്ടി എപ്പോഴും ഫീലിലാണ് പ്രോമിനൻസ് കൊടുക്കുന്നത്. ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾക്ക് 2ാമത്തെ ഒരു സ്ഥാനമേ ഉള്ളൂ. അത് നല്ലതാണ്, അങ്കിളിന് അത് ഇഷ്ടമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇപ്പൊ ശ്രുതി ചേർക്കുന്നത്, സംഗതികൾ കറക്റ്റ് ആവുന്നത്, അത് സ്ലിപ്പ് ആകാത്തത്, ശ്വാസം എവിടെ എടുക്കണം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എസ്തർ കുട്ടാ, ഇത്രയല്ലേ അയാള്, പൊടി ഡപ്പിയല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്കിൾ ഇപ്പൊ പാട്ട് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവിടെയും മനസ്സിലാവുന്നുണ്ട്, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമ്പോ എന്ത് മനസ്സിലാക്കാം? നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതും കൂടെ ടെക്നിക്കൽ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. അതിൻ്റെ കൂടെ ഫീലും കൂടെ വരുമ്പോ എന്താവും? പാൽപ്പായസം. എല്ലാം തികഞ്ഞൊരു ഗായികയാവും. അത്രയും ആവും.
പിന്നെ ഈ വേഷത്തിൽ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും രസം കൂടിയിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടെ രസമായിട്ടുണ്ട്. എനിക്ക് കുന്നത്തെ തെങ്ങിൻ കുരുത്തോല തൂക്കണം പൊന്നിൻ വിളക്കൊന്ന് കൊളുത്തിയണം, അത് അങ്കിളുടെ ഉഗ്രനായി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പൊന്നോണ പൈങ്കിളി എന്ന് പാടിയില്ലേ, അവിടെ എന്തോ ഒരു സുഖക്കുറവ് അങ്കിളുടെ ഫീൽ ചെയ്തു. ശ്രുതി ചേർന്നില്ല. എന്തായിരുന്നു ഒന്ന് പാടിക്ക്. പൈങ്കിളി അതെ, ആ സംഗതി കറക്റ്റ് ആണോ? അത് കുറച്ച് ഹൈ ആണല്ലേ കുഞ്ഞിന്? കൂടുതൽ പുഷ് ചെയ്യേണ്ടി വരണം അല്ലേ? സാരില്ല കേട്ടോ, പാവൻകുട്ടിയില്ലേ, ചക്രക്കുട്ടിയല്ലേ, സാരില്ല കേട്ടാ. പക്ഷെ നമ്മൾ ശ്രുതി ചേർത്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാരില്ല കേട്ടോ, പാവം കുട്ടിയല്ലേ, പക്ഷെ നമ്മൾ ശ്രുതി ചേർത്തേ പറ്റൂ. വേറെ മാർഗമില്ല. അല്ലാതെ അങ്കിളെന്ന് പറയാൻ പറ്റും ശ്രുതി പോട്ടെ കുഴപ്പമില്ല പോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെയും പറയായിരുന്നു അല്ലേ, കുറച്ച് ദിവസം മുന്നേ. ഇപ്പൊ അത് പറ്റൂല, ഇനി ഒന്നും പറയില്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ സീസൺ 6, അപ്പൊ പറയാൻ പറ്റൂല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് അടുത്ത പെർഫോമൻസ് വരുമ്പോ അങ്കിൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ എസ്തർകുട്ടി. ഓക്കെ എസ്തർകുട്ടി, എസ്തർകുട്ടിയാണ് ഇവിടുത്തെ ഭാവഗായിക കേട്ടോ. അതുപോലെ തന്നെ ഭാവം നിറച്ചു വെച്ചേക്കായിരുന്നു ഇന്നത്തെ പാട്ടില്. എന്തായിരുന്നു? മൂന്തായം ഇങ്ങനെയായിരുന്നു. യെസ്. പിന്നെ വൈക്കോൽ എങ്ങനെയാ? പല്ലും നെല്ലും അല്ല പുല്ലും നെല്ലും. വൈക്കോലും അതൊക്കെ എന്ത് രസമായിരുന്നു കേൾക്കാൻ. പിന്നെ മോന്തായത്തിലാണ് ഒരു ഗ്ലും വീണത്. അതെ, ആദ്യത്തെ ഗ്ലും. പിന്നെ എല്ലാം പറഞ്ഞല്ലോ, ആര്യ ചേച്ചി എല്ലാം പറഞ്ഞു. എല്ലാ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുടെ എംജിങ്ങളും പറഞ്ഞു. അവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങള് കേട്ടോ. പാടിയതിന്റെ ഹമ്മിങ്ങിന്റെ ഇടയിലൊരു ഹമ്മിങ്ങിന്റെ അതിലൊക്കെ പിച്ച് കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു കേട്ടോ. അതൊക്കെയാണ്. പക്ഷേ കുറച്ചും കൂടി നാള് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ എസ്തർകുട്ടി എങ്ങനെയാവും അറിയാമോ? സൂപ്പർ സിംഗറാവും, അടിപൊളി സിംഗറാവും. കാരണം ഭാവം ഓൾറെഡി ഉണ്ട്, ജന്മനാ കിട്ടിയിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ വന്നോളും, പഠിച്ചോളൂ, അതൊക്കെ കിട്ടിക്കോളും. പ്രായം എത്രയല്ലേ ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഭാവിയിലെ തിരക്കുള്ള ഒരു ഗായികയായി തീരട്ടെ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്ക് നോക്കണ്ടേ നമുക്ക്? ഇന്ന് ഭാവഗായികയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 96.25 out of 100. ഭാവഗായികന്റെ അച്ഛാ, അടുത്തേക്ക് നന്നായി പഠിച്ചു എം ജെ അങ്കിൾ, ആര്യ ചേച്ചി, മധു അങ്കിൾ. അടുത്ത ആള് വരാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് സമാധാനമായി കുറച്ച് കാമായിട്ടിരിക്കുക കേട്ടോ. കാരണം വന്നതിന് ശേഷം നമുക്ക് അത്ര കാമാവാൻ പറ്റിയെന്ന് വരത്തില്ല. സീറ്റ് ബെൽറ്റ്സ് ഇടണോ? ഏറ്റവും നല്ലത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ധനുശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. ഓ, ഇത് പുതിയ ചെരുപ്പാണോ? ഇത് തിളങ്ങുന്നുണ്ടല്ലോ. അയ്യോ, നല്ല കോമ്പിനേഷൻ കേട്ടോ. ചെരുപ്പാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുതിയ വാച്ചാണോ അത്? അതെ അതെ, വെള്ള. മുടി കാണിച്ച മുടി. ഓ, ലൈറ്റ് കത്തും. അത് ലൈറ്റ് കത്തും. ഒരു റിബൺ ഉണ്ട്, വാച്ച് ഉണ്ട്, പുതിയ കയ്യിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, പുതിയ ഷൂസ്, പുതിയ ഉടുപ്പ്, പുതിയ പാവാട, എല്ലാം പുതിയത്. അടിപൊളിയായിട്ടുണ്ട്. അല്ല, എന്താ ഉദ്ദേശം? പാട്ട് പാടുക. ഈ പുതിയ ഡ്രസ് സ്കൂളിലുള്ള കമ്പ്യൂട്ടർ അനിത ടീച്ചറാ വാങ്ങിച്ചു തന്നെ. കമ്പ്യൂട്ടർ പഠിപ്പിക്കണ അനിത ടീച്ചറാ? ആഹാ, കൊള്ളാലോ. അപ്പൊ കമ്പ്യൂട്ടർ എന്താ പഠിപ്പിക്കണേ? ഇപ്പൊ 2-ലായോണ്ട് കൊറേ കാര്യങ്ങൾ പഠിച്ചു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റോബോട്ടിനെ പോലെ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ടിവി പോലെ ടിവി പോലെ ഇരിക്കുന്ന അത് റോബോട്ടുമാണ് കേട്ടോ മീനുകുട്ടി. എന്നിട്ട് അതില് നമ്മൾ എന്തടിച്ചാലും അത് വരും. പിന്നെ കമ്പ്യൂട്ടറില് എല്ലാം പഠിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ നമ്മൾ അത് അടിച്ചു കൊടുത്താൽ അതും വരുമോ? ഐസ്ക്രീം ഒക്കെ വരുമോ? കാണാനേ പറ്റത്തുള്ളൂ.
ഉള്ളൂ. ആ, ഓ, just അങ്ങനെ കാണാനേ കാണാൻ ഉള്ളൂ. ഇപ്പൊ വേണ്ടി. ചോറ് കാണാനേ മീൻകറി പറ്റുള്ളൂ. ചോദിച്ചാൽ അത് കാണിച്ചു തരും. ഇതാണ് ഓക്കേ, ഓക്കേ. ചോറ്, ഇതൊക്കെ ഇതാണ് തരില്ല. മീൻകറി എന്ന് ആ, പറഞ്ഞ് എന്ത് കാണിച്ചു ചോദിച്ചാലും തരും. ഉത്തരം തരും തരും. അല്ലേ? ആ. ഓക്കെ. തരും. കമ്പ്യൂട്ടറിൽ CPU എന്ന് പറഞ്ഞ സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിന്നാണ് ഇതൊക്കെ കിട്ടുന്നേ. അതിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. മനസ്സിലായോ? ഓ. അതിനോട് കോഡുണ്ട്, കോഡ്. കോടുണ്ട്. കോഡോ? ഒരു കോഡ് ഒരു വയറുണ്ട്. ആ. ആ കോഡ് ഒന്നും കാണാൻ പറ്റില്ല. എലി വല്ലും കടിച്ചു മുറിച്ചാ എലി കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ. കമ്പ്യൂട്ടറിന് പേടിയാ എലി. അതെ, കമ്പ്യൂട്ടറിന്റെ കൂടെ തന്നെ ഇല്ലേ ഒരു എലി? ഒരു മൗസ് ഉണ്ട്. ആ, അത് എലി അല്ല, അത് ആ. മൗസ് എന്ന് വെച്ചാ അത് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ സെർച്ച് ഓ, ചെയ്യാനൊക്കെ Search ചെയ്യാൻ അതാണ് ഉപയോഗിക്കുന്നത്. അതാണ് മൗസ് എന്ന് വിളിക്കണേ. Cursor. രണ്ട് സൈഡിലും. മൗസ് അല്ലേ എലി? ആ ഓക്കെ. പക്ഷേ അത് വേറെ, ഇത് വേറെ. അത് വേറെ ഇത് വേറെ. രണ്ട് ഓക്കെ. രണ്ടാണ്. രണ്ട് മനസ്സിലായോ? എലിയാണ്. അതെ, മനസ്സിലായില്ലേ? ക്ലാസ് ഒക്കെ എല്ലാം എല്ലാവർക്കും? മനസ്സിലായി. ഇനി പാട്ട് കേൾക്കാൻ സുഖായില്ലേ? സുഖായി. ഇനി അതിനുവേണ്ടി പാട്ട് ഞാൻ കേൾക്കാം. അച്ഛനെ കണ്ടല്ലോ, ഒരു കല്യാണത്തിന് വെച്ച് കണ്ടു. ഇത് അച്ഛൻ പറഞ്ഞില്ല. ആ. അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അപ്പൊ നരിക്കുട്ടി ഒന്നും വരാത്ത കല്യാണത്തിന്? ബിസി ആയിരുന്നല്ലേ? കൊറേ കാര്യങ്ങൾ ആ, busy ആയിരുന്നു, busy ആയിരുന്നു. ആ, busy ആയിരുന്നു, busy ആയിരുന്നു. പോയി. അതുകൊണ്ട് അപ്പൊ കമ്പ്യൂട്ടർ ഇങ്ങനെ എലി വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. പഠിക്കാനുണ്ടായിരുന്നു. ആ പഠിച്ചതാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. അതെ അതെ അപ്പൊ ഏതാണ് അതെ. പാട്ട്? ചങ്ങഴി മുത്തുമായി കൂനി കൂനി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. ഡീറ്റെയിൽസ് അറിയോ? ഒന്ന് പറഞ്ഞേ. സിനിമയുടെ പേര് ലൗഡ് സ്പീക്കർ, ഉം. വർഷം 2009, ഉം. ലിറിക്സ് ഉം. അനിൽ പനച്ചൂരാൻ സാറ്, Yes. Yes. ആ, നോക്ക് അച്ഛന്. ആ, മ്യൂസിക് ആ, വിജി ബാൽ സാറ്, ആ. ആ, പാടിയത് ആ. മമ്മൂട്ടി അങ്കിളും ആ. അലൻ ജോയ് മാത്യു, അലൻജോയ് മാത്യു, ബേബി ശ്വേത മേനോൻ. വിവി ശോധ, ശ്വാതയല്ല, ബേബി ശ്വേത മേനോൻ. ശ്വേത ശ്വേത മേനോൻ. എന്റെ പല്ലുപോയി. ആ, അതുകൊണ്ടാ പറ്റാത്തത്. ബേബി പാർവതി. കൊറേ പേരുണ്ട്. ആ, ഉണ്ട്, ഒരുപാട് കുറച്ച് പേര് പേരുണ്ട് അല്ലേ? പാടിയിട്ടുണ്ട്. ആ, ആ, ഓ, അത്രയും പേര് അത്ര പേര് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. അതെ 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 അതെ. All the best. Thank you. All the best. All the best. Thank you. ചെങ്ങഴി മുത്തുമായി കൂനി കൂനി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്. കുന്നിന്മേലെ ഒന്നു വീണു, ചെന്നപ്പിന്നം രണ്ടു വീണു, പിന്നെ പിന്നെ പെയ്തു പെരുത്തു പെരുമഴയൊരു പുഴയായി. ഒരു ചെങ്ങഴി മുത്തുമായി കൂനി കൂനി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്. അക്കാലം ജാലം പൂപ്പാലം പോലെ, അക്കാലം ജാലം പൂപ്പാലം പോലെ, ആകാശക്കാവിൽ തൈപ്പോരം ഇടത്തരിയിടമേളം മിന്നാരം കതിരല മേലെ മഴയുടെ മയിലാട്ടം. താളും തകരേ മൂമാസം, ചക്കേ മാങ്ങേ മൂമാസം, ചേനേം ചേമ്പും മൂമാസം, അങ്ങനെ പിന്നിങ്ങനെ മൂമാസം. ഒരു ചെങ്ങഴി മുത്തുമായി കൂനി കൂനി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്.
ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി ചങ്ങാടി മുത്തുമായി കൂടി കൂടി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം ഇണങ്ങണ മഴമുത്ത് കുന്നിൻ മേലെ ഒന്നു വീണു ചെന്നം പിന്നം രണ്ടു വീണു പിന്നെ പിന്നെ വീട് വരുത്തു പെരുമഴ പെരുമഴയായി. താങ്ക് യു. വെരി ഗുഡ് ധനുശ്രീ കുട്ടി നന്നായി പാടി. ധനു എന്തോ ഒരു കൈ തരട്ടെ? ആ. പോരെ. കൂനിയാണ് വരണേ. അങ്ങള് ഒത്തിരി ഇഷ്ടായിട്ടാ. താങ്ക് യു. ഇഷ്ടു. അതെങ്ങനെയാ? കൂനി കൂനി അതെങ്ങനെ? കൂനി കൂനി വെണ്ണി. അത് കൂനി എന്നല്ല കൂനി എന്നാണ് പറഞ്ഞേ. ആ കൂനിന്നാ. ഞാൻ കേക്കണ അങ്ങനല്ല. കൂനി, കൂനി. അങ്ങനെയാണ് കേക്കണ. അല്ല കള്ളം പറയരുതേ. ഒന്നുകൂടെ പഠിക്കേ. കൂനി കൂനി. ആ ഇപ്പൊ കൂനിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൂനി എന്നാ പറയുന്നത്. ആ പിന്നെ അടുത്ത് താഴെ പോയി. താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്. ആ, മുത്ത്. ആ. മുത്ത്. ഇത് മുത്താണോ? അതെ. ആണോ? ആ. ആര് പറഞ്ഞു മുത്താണെന്ന്? എന്തെങ്കില് പിന്നെ എങ്ങനെ എന്താ ചോദിച്ചേ? മുത്തല്ല, മുത്തല്ലേ? ആ. ഈ പൂത്താങ്കിരി പാടിന്നാണോ പൂത്താങ്കിളി പാടിന്നാണോ? പൂത്താങ്കിളിപ്പാടി. ആ അപ്പൊ പഠിക്കേ. പൂത്താങ്കിളിപ്പാടി. എന്നിട്ട് പെരേല് പാട്ടും കാറ്റിൽ പാടി വേണം. അപ്പൊ കാറ്റിൽ പറയാ. കുറച്ച് വെള്ളം അപ്പൊ. അതാരാ കാറ്റിൽ പറയ? കിളി കിളി കാറ്റിൽ പാറി. ഇങ്ങനെ പറന്നു പോയി. ഇത് കേട്ടപ്പോ എന്റെ കിളി പറന്നു പോയെന്ന് എനിക്ക് കാറ്റിൽ സംശയം. പാറി. ഒന്നുകൂടെ പറയൂ. പൂത്താങ്കിളിപ്പാടി. ആ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ധനു ഭയങ്കര കമാൻഡറാണ് കേട്ടോ. ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ നോക്കും. കുറച്ച് പാടിക്കോ. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ പാടാൻ വേണ്ടിട്ട് എങ്ങനെ സംഭവം കേട്ടാ. അപ്പൊ അവിടെ കൂട്ടുകാരുടെ ജോയിൻ ചെയ്തേ. ചോദിക്കട്ടെ കൂട്ടുകാരുടെ പേരൊക്കെ ചോദിക്കട്ടെ. കൂട്ടുകാർ ഉഗ്രൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. അതെ അതെ അതെ. കലക്കി. കൂട്ടുകാരുടെ പേര് പറയാമോ? ആരാധ്യ. ആരാധ്യാന്നോ? മോളെന്നെ ആദ്യം പറഞ്ഞോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? മൈക്ക് അടുത്ത് വെച്ച്. ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിലാ? ക്ലാസ്സില്. ആ ആരാധ്യ. രണ്ട് ആരാധ്യോ? ആ. ഇയാള് 3ാം ക്ലാസ്സിലാണോ? അല്ല 2ല്. സാരംഗി. 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 ആഹാ. എന്തൊരു അതെ ഉഗ്രം പേരാണല്ലോ. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6th standard. ഓക്കെ. ആ. അഭിനന്ദ. അഭിനന്ദ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദൃശ്യശിവ. 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 വെറൈറ്റി പേരല്ലേ? Variety. ഭയങ്കര പേര്. ഡിഫറെന്റ്. എത്രല്ല പഠിക്കണേ? 4th. 4th. ഓക്കെ. അമേയ. അമ്മേ. എത്രയിലായി? 2ല്. 2ല്. അച്ചോ. അവന്തിക. അവന്തിക. ഓക്കെ. എത്രയിലായി? 3rd. തേർഡ്. സൂപ്പർ പേരുകളാണ്. അതെ അതെ എല്ലാവരുടെയും സൂപ്പർ പേര്. വെറൈറ്റി പേരുകൾ. പേര് മാത്രല്ല ഡാൻസും സൂപ്പർ ആയിരുന്നു. എല്ലാരും ഇതെന്താ റെയിൻകോട്ടാണോ ഇട്ടിരിക്കുന്നത്? ആ റെയിൻകോട്ടാ. ആ അതാണ് ഈ മഴയത്ത് അങ്ങനെയാണ്. മഴയത്ത് അതെ, ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് അല്ലേ? ആ. മഴയത്ത് കളിക്കണ ഒരു സ്റ്റെപ്പ്. അപ്പൊ ധനുശ്രീ കുട്ടി എന്തോ മധുചേട്ടൻ പാടിയത് ഇഷ്ടപ്പെട്ടോ? ആളും തകരേ മൂമാസം. ഇഷ്ടായില്ലേ? നല്ല ശബ്ദം. നല്ല ശബ്ദം മധുചേട്ടന്റെ. താങ്ക് യു താങ്ക് യു സിനിമയിലെടുക്കണം. താങ്ക് യു. മധുവിനെ ഒരു സിനിമയെ പഠിപ്പിക്കാന്ന്. ഒരവസരം പ്ലീസ്. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ സിനിമയിൽ പാടിക്കണേ. ഓക്കേന്ന്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴാ പഠിപ്പിക്കാൻ പോണേ? ഇപ്പൊ തന്നെ പഠിക്കാം. ആണല്ലേ? ഇപ്പഴാ? അപ്പൊ അത് ഏത് സിനിമയിലായിരിക്കും? ഞാന് ഒരു സിനിമയിൽ അഭിനയിച്ചു, കിളിക്കാറ്റ് എന്ന് പറയണേ. ആണോ? ആ. സിനിമ നടിയാണല്ലേ അപ്പോ? ആക്ട്രസ്. അത് ശരി. ആ സിനിമയിൽ മധുങ്ങളെ പഠിപ്പിക്കോ? പഠിപ്പിക്കോ? ആ. അയ്യോ അതിനകത്ത് റിലീസ് ആയില്ലേ? അത് കുഴപ്പമില്ല. ഞാൻ അത് വേറെ കുഴപ്പമില്ല. സിനിമയിൽ അടുത്ത സിനിമയിൽ അഭിനയിപ്പിക്കോ? വേറെ arrange ചെയ്യിക്കാം. താങ്ക് യു ടാ. താങ്ക് യു. ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. അച്ഛനാണ് ആ
കിളിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തത്. കള്ളൻ എന്നിട്ട് എന്നെ വിളിച്ചില്ല. ചേട്ടനെ ഒരു ദിവസം ഒരു സിനിമയില് പാട്ടും പാടാം, ആ ഓർക്കസ്ട്രയും ചെയ്യാം, സിനിമ നാടകം. ഓ അല്ലേ? എല്ലാ മധുവങ്കൾ ഓ താങ്ക് യു ഇതിൽ പറയാൻ എന്ത് ഭാഗ്യം എനിക്ക്. അപ്പൊ അടുത്ത സിനിമയിലെ അച്ഛൻ മ്യൂസിക് ഉണ്ടോ? മധുവങ്ങൾ മ്യൂസിക് ചെയ്തു. ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് മ്യൂസിക് മധുവങ്കിള് ചെയ്യണമാര്, ആ അടുത്ത സിനിമയില് അച്ഛൻ മ്യൂസിക് ചെയ്യും. അതെ. ഓ ടേൺ ഓക്കെ എടുത്തിട്ട് അത് കൊള്ളാം. മാറി ചെയ്യാം. ഓക്കെ. ധനശ്രീ കുട്ടി എന്തോ അതെങ്ങനെയായിരുന്നു? മഴയുടെ മയിലാട്ടം. മഴയുടെ മയിലാട്ടം, ഓ അതുപോലെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, മഴയുടെ കളിയാട്ടം. മഴയുടെ കളിയാട്ടം, ഓ പെരുമഴ ഒരു പുഴയായി. പെരുമഴ ഒരു പുഴയായി. ആ ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ എനിക്കും ഭാഗം. അതെ എനിക്കും ആ ഭാഗങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എംജി അങ്കിളിനോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ എന്റെ എംജി അങ്കിളിന്റെ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എം ജെ അങ്കിളിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. പാട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഒന്ന് രണ്ട് ലൈൻ അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ എംജി അങ്കിളിന്റെ പാട്ടിൽ ചിലവരൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ചിലത് ചിലത് ഇഷ്ടപ്പെട്ടില്ല. സെറ്റായില്ല. ചിലത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഫുള്ള് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മധു അങ്കിളിനും ധനശ്രീ കുട്ടി പാടിയ പാട്ടും പിന്നെ ഇടയ്ക്ക് കാണിച്ച ആക്ഷൻസും കൂട്ടുകാരികളെ കളിച്ച ഡാൻസും എല്ലാം മധു അങ്കിളിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ മധു അങ്കിള് പാടിയ ആ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും താങ്ക് യു വെരി മച്ച് കേട്ടോ. അപ്പൊ എന്തായാലും ഈ കൂട്ടുകാരൊക്കെ തിരുവനന്തപുരത്തുള്ളവരല്ലേ? ഓക്കെ. എല്ലാരും ഇന്ന് മിഠായി മഴ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആണല്ലേ? ആണോ? എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട. അതെ ഞാൻ ഓക്കെ. കൊടുക്കാം അപ്പൊ എന്തായാലും ഉഗ്രനായി സൂപ്പർ. നമ്മള് ഞമ്മള് ഇവിടുന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ആ അങ്കിളിനെ കൊണ്ടു. ആരെ കണ്ടു? ജയരാജ് അങ്കിളിനെ. ഡയറക്ടർ ജയരാജ് അങ്കിൾ അല്ലേ? ആ ഓക്കെ. അങ്ങളെ കണ്ടപ്പോ അങ്ങൾ എന്ത് പറഞ്ഞു? കൊറേ സംസാരിച്ചു. എന്നിട്ട് അങ്കിള് പറഞ്ഞു എന്റെ ഒരു സിനിമയിലത്തെ പാട്ട് പാടാം. അങ്ങനെയാണ് ഞാൻ ഈ ചെങ്ങഴി മുത്തുമായി പാടിയത്. അങ്കിളിനെ ഡെഡിക്കേറ്റ്. ഓ ആങ്കിളിന് ഡെഡിക്കേറ്റ് ചെയ്താണ് പാട്ട്. സൂപ്പർ. ഓ ജയരാജ് അങ്കിളിന് ഡെഡിക്കേറ്റ് ചെയ്താണ്. ഓക്കെ ജയരാജ് അങ്കിള് കാണാന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ അപ്പൊ പോരട്ടെ. അങ്ങനെ ഒരു മധുരമഴ നമ്മുടെ ധനക്കുട്ടിക്കും കൂട്ടുകാർക്കും. എന്താ ഇത്? 1 2 3 4 5 6 7 8 9 10. ചാച്ചാ ഇനി വരണേ. ചാച്ചാ ബൈ ബൈ. ഗുഡ് നൈറ്റ്. മിനുടി എന്തോ ഒരു ഫ്ലൈറ്റ് ഓർമ്മ വരുന്നുണ്ടോ? ഫ്ലൈറ്റ് ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു. ഉം. എന്നിട്ട് എങ്ങോട്ട് പോയി? ദുബായ്. DBXലോട്ട് പോയി. ആ ദുബായ് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക. ഇതുപോലെ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുക. ടോപ്പ് സിംഗർ കാണുന്നുണ്ടോ ചായ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക്? കാണുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ കുബൂസ് കഴിച്ചോണ്ടിരിക്കും. മേ ബി ആയിരിക്കും ഈ സമയത്തല്ലേ? അതെ. എന്നാലും ടോപ്പ് സിംഗർ കാണുന്നുണ്ടല്ലോ അല്ലേ? കുബൂസ്, ഷവർമ, മന്തി, ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബക്ലാവ ബക്ലാവ എല്ലാം കഴിച്ചോണ്ടിരിക്കുക. മതി. എന്നെ കൊതിപ്പിക്കരുത്. ബാക്കി പറഞ്ഞു. ഇതൊക്കെ ആരാ നീ കഴിച്ചോണ്ടിരിക്കുന്ന? പറഞ്ഞു ഉപ്പട. എനിക്ക് മനസ്സിലായി. വരാൻ പോകുന്നത് നമ്മുടെ ജിതക്കുട്ടിയാണ്. ജിതക്കുട്ടിയുടെ ഉപ്പയുടെ കാര്യമാണ് എം ജെ അങ്കിൾ പറഞ്ഞത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. ഉപ്പയുടെ കുട്ടിയാണ്. അതെ, പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഉപ്പ പോയിട്ടില്ല. അത് ശരി. അതെന്താ? ഇപ്പൊ നാട്ടിൽ പോയിക്ക. ടിക്കറ്റിന്റെ ചെറിയ ഇഷ്യൂ കാരണം. ആണോ? എന്തൊക്കെയായിരുന്നു? കുബൂസ് ഞങ്ങളെ പറ്റിച്ചേ. അത് ചായ കുടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു. ബക്ലാവ ആ ബക്ലാവ കഴിക്കുന്നു. ബക്ലാവ എല്ലാം വെറുതെ ആയി. എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു. അടുത്തേലും പറയാം, അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും പോകും. ആണല്ലേ? ഒരാള് ഒരു ഉഗ്രൻ ഒരു പെർഫോമൻസിന് വേണ്ടി റെഡി ആവണം. ഒരു സ്റ്റേജ് ഷോ അത് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്ക് അങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നു. അതിനിടയിൽ ആദ്യമായിട്ട് ഹൈ ഹീൽ ഇട്ട് നടക്കണം. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്ട്രീറ്റിലെ ഡ്രെയിനേജിന്റെ കമ്പിയല്ലേ, അത് കുടുങ്ങി. ഹീൽസില് ഹീൽസ് കുടുങ്ങി.
അങ്ങനെ സ്ട്രീറ്റിൽ എല്ലാവരും കാണുക പോസ്റ്റായി നാണം കിട്ടും. അയ്യേ കാലെടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കാലെടുക്കും? ജിത്തു എപ്പോ അതാ ഞാൻ പറയാ. ഇന്ന് എന്റെ പാട്ട് കഴിഞ്ഞിട്ട് ഫ്രണ്ടും ഫ്രണ്ടിന്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ പോയപ്പോഴുള്ള കഥയാണിത്. ആണോ? എന്താ സംഭവിച്ചത്? അത് ഞങ്ങള് ഏതൊരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഒരു ഡ്രെയിനേജിന്റെ ഇത് ഉണ്ടായിരുന്നു. അതൊന്ന് പറയാമോ അതിന്റെ രസം? ഡ്രെയിനേജ് മാത്രല്ല, പ്രോഗ്രാമിന് സ്റ്റെപ്പ് കയറിപ്പോയപ്പോ അവിടെ നിന്ന് തലയിട്ട് വീഴാൻ പോയി. ആണോ? അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഡ്രെയിനേജിൽ കാല് പോയത്. ആണോ? മൊത്തം അബദ്ധമാണല്ലോ ജിതു. എന്നിട്ട് ഡ്രെയിനേജിലേക്ക് കാല് പോയിട്ട് എന്തായി അവസ്ഥ? ഇല്ല, ജസ്റ്റ് ആ കമ്പിയുടെ ഇടയിൽ കുടുങ്ങിയെടുത്തിട്ട് എടുത്തു. അതിലേക്ക് വീടില്ലല്ലോ അല്ലേ? ഇല്ല എന്നാ നല്ല രസമായിരിക്കും. ഇനി മേലാൽ ഹീൽസ് ഇട്ട് നാണം കെടുത്തരുത്. അതുകൊണ്ട് ഇപ്പൊ ഫ്ലാറ്റ്സ് ആയിട്ടിരിക്കും. അതെ അതെ. ഉം, ഉം. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങള് ഒരു 6-5 ഇയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആണോ? ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പോവും, അങ്ങനെ പരിചയപ്പെട്ടതാണ്. ആഹാ, എന്റെ പാടുവോ ഫ്രണ്ടിന്റെ അപ്പൊ? പേര് ആ പാടും, സിംഗറാണ്. ഫ്രണ്ട് പാടും. എന്താ ഫ്രണ്ടിന്റെ പേര്? അശ്വിൻ. 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 മോളുടെ പേരെന്താ? മോളാ അമ്മ. അത് അമ്മയാണ്. അശ്വിന്റെ അമ്മയാണത്. അപ്പൊ എനിക്ക് മോളെ പറ്റുന്നത് പോലെ എനിക്കൊരു വയസ്സായല്ലോ. പറഞ്ഞത് പ്രീതി. 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 എത്രയിലായി? ഞാനിപ്പോ +2. +2 ആയി. അപ്പൊ ജിതേക്കാളും മൂത്തതാ. അതെ ആ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അവന്ന് വിളിക്കുള്ളൂ. എന്നാലും ബഹുമാനൊന്നുമില്ല അല്ലേ? റെസ്പെക്ട് ഓ അത് ശരി. ജിതുകുട്ടി, ഒരു പാട്ടുണ്ടോ ടോപ്പ് സിംഗർ എടുക്കാൻ? അതെ ഉണ്ട്. ഉണ്ടോ? ഏത് പാട്ടാ? പൊന്നു വെതച്ചാലും പവിഴം മെതിച്ചാലും പൊറവേല പുലയ്ക്ക് പഴങ്കഞ്ഞി. അയ്യോ. ഓക്കെ. പഴങ്കഞ്ഞി കുടിക്കാറുണ്ടോ? ആ കുടിക്കാറുണ്ട്. ഇഷ്ടാണോ? ആ കൊഴപ്പില്ല. ആണോ? എനിക്ക് ഭയങ്കര എനിക്ക് വലിയ ഇഷ്ടാ. എനിക്ക് വലിയ ഇഷ്ടാ. എനിക്കും ഇഷ്ടാ. ആണല്ലേ? പഴങ്കഞ്ചിലല്ല തൈരൊക്കെ ഒഴിച്ച് നല്ല മുളകൊക്കെ പൊട്ടിച്ച് നല്ല കാന്താരി മുളകാണെങ്കിൽ അത്രയും ഹാപ്പി. ഇതെന്ത് പറഞ്ഞു ആഹാരത്തിലേക്ക് എത്തുന്നത് എല്ലാരും. അല്ല ജിത ആഹാരത്തിന്റെ ആളാണല്ലോ. അതെ അതെ. നമുക്ക് എന്തൊക്കെ ഫുഡാ കൊണ്ടു തന്നേക്കണേ അല്ലേ? ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്നാ പാട്ട് കഴിച്ചോ? യെസ്, ഏതാ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് SP വെങ്കടേഷ് സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ചിത്രമ്മ. യശോദാ സാറും പാടിയിട്ടുണ്ട്. ഞാൻ ചിത്രമ്മയുടെ വേഷന പാടുന്നത്. ഓക്കെ. പിന്നെ ഫിലിം 1000 മേനി, വർഷം 1999. വെരി ഗുഡ്. ചിത്രമ്മ പാടിയിട്ടുണ്ട്, ദാസാർ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാനാണ് പാടുന്നത് അല്ലേ? ഞാൻ പഠിക്കും. അതെ. ഓക്കെ. ും പവിഴം മേദിച്ചാലും പുറവേല പുലയ്ക്ക് പഴങ്കഞ്ഞി. ഇല്ലം നിറഞ്ഞാലും വല്ലം കൂമിഞ്ഞാലും കുമ്പാളക്കുറുമന്നോരിരുന്നാഴി. പൊന്നു വേദച്ചാലും
മെതിച്ചാലും പവിഴം മെതിച്ചാലും പുറവേല പുലയ്ക്ക് പഴങ്കഞ്ഞി. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. താങ്ക് യു. ചീത്തക്കുട്ടി പാടി നന്നായി പാടി. അങ്ങനെയാണോ പോലെ? നന്നായി പാടിയും കൂടെ അത് പറ. ആ അത് ശരിയല്ലെന്ന് പറ. അത് വേണ്ട. അപ്പൊ പറയപ്പോ അപ്പൊ ജീതക്കുട്ടി പാടി കുഴപ്പമില്ലാതെ പാടി എന്നാക്കട്ടെ. നന്നായി പാടിയെന്ന് തന്നെ മതിയെന്ന്. അങ്ങനെ മതിയാ? മതി. നന്നായോ? നന്നായില്ലേ? ഒരു സംശയം. അയ്യോ പറയണ്ടേ, കോൺഫിഡന്റ് ആയിട്ട് പറ. നന്നായി. ആയി? അത്രയ്ക്കങ്ങട് നന്നായോ? നന്നായില്ലേ? പിന്നെ സംശയം നന്നായി. മഴമാസം പോയേ മകരം വന്നേ കുളിരും മഞ്ഞും വീണേ. യെസ്, ഇൻക്രെഡിബ്ലി ഗുഡ്. യെസ്. താങ്ക് യു സർ. എന്ന് പറഞ്ഞാ ഇവിടെ കയറി ഇരുന്നു, ഇടയിലൊരു ശ്വാസം എടുത്തത് മാത്രം ആ ഒടുക്കമൊന്നുറങ്ങാൻ. അത് അതിലേക്ക് വരുന്നുണ്ട് എത്തുന്നേ ഉള്ളൂ. തുടങ്ങിയല്ലോ. ഉടയോനും പിന്നെ അടിയോനും എന്ന് പാടിയില്ലേ, സൂപ്പർ ബാക്ക്. യെസ്. നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമന്നൊരിരുന്നാഴി ഉലകേഴും വാഴും ഉടയാനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാൻ ആറടി മണ്ണാണേ. ഒടുക്കമൊന്നുറങ്ങാൻ ആറടി മണ്ണാണേ. എന്ന് പറഞ്ഞാല് സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. ജീതക്കുട്ടിയെ പറ്റി മാത്രം കസ്റ്റം മെയ്ഡ് റിമാർക്കാണ് നടത്താൻ പോണത്. അതായത് മേളത്തെ സാ ഉണ്ടല്ലോ, ആ സാ പലപ്പോഴും പല പാട്ടുകളിലും പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പിച്ചിന് ചേരാതെ വരുന്നുണ്ട് ചില സമയത്ത്. മൈന്യൂട്ടായിട്ടാണ്, പക്ഷെ അതൊരു ഗ്ലാരിങ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോ ഈ സസ്റ്റെയിൻ നോട്ട്സ് പാടി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഏത് പിച്ചിനാണ്, ഇപ്പൊ എക്കാണ് പാടണമെങ്കിൽ മേളത്തെ എ സസ്റ്റെയിൻ ചെയ്യണം, സിക്കാണ് പാടണമെങ്കിൽ സിയുടെ മേളിൽ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ ഓരോ നോട്ടായിട്ട് സസ്റ്റെയിൻ ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ടകാന്ന് പറഞ്ഞാൽ അവിടെ കയറുമ്പോഴത്തേക്ക്, പക്ഷെ ഉടയോനിലും അടിയോനിലും അത് കറക്റ്റായിട്ട് വന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ജിതു അവിടെ എത്തിയല്ലോ എന്ന് സന്തോഷമായിരുന്നു. മാത്രമല്ല അതിന് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ജിത ഏത് പാട്ട് പാടിയാലും അത് ജിതയുടെ പാട്ടായിരിക്കും. കറക്റ്റ്. ആ കയ്യൊപ്പുണ്ടാവും. പക്ഷെ സംഗതി സ്വാഭാവികമാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരണതാണ്, അത് വരുത്തുന്നതല്ല. സോ അത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്.
യു ആർ ടു ഗുഡ്. താങ്ക് യു സർ. അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എരിവേനൽ പോയേ വന്നപ്പോഴത്തേക്കും വേനൽ പോയതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. പക്ഷെ മഴ മാസം പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ ആ പോയേല് പോയി. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മലവാരം പൂത്തേന്ന് പാടിയില്ലേ, അതും ശ്രുതി ചേർന്നില്ല. വെയിൽ വന്നെന്ന് കഴിഞ്ഞ ചരണത്തിലുള്ള അവിടെയും ശ്രുതി ചേർന്നില്ല. എല്ലാം ഈ സായുടെ പ്രശ്നമാണ് കേട്ടോ. ഈ സാ ഒരു വലിയ പ്രശ്നക്കാരനാണ് അല്ലേ. അത് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചു എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചു. അതിനെ ഷൂട്ട് ചെയ്തു. ഇനി അതിനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അത് സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ മുത്തു വിതയ്ക്കാൻ കൂടുമോ വായോ വായോ ചിങ്ങ പൊന്മുഗ്രേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ ജിദ്ദുവിന് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശബ്ദ നിയന്ത്രണം കൈവരിച്ചു. മാം പറയാറില്ലായിരുന്നോ മെലഡി വരുമ്പോ കുറച്ച് കൺട്രോൾ അത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം പറയുമ്പോ അത് ചെയ്യാറുണ്ട്. അതാണ് കുറച്ച് കൺട്രോൾ തരൂ എന്നല്ലേ. അപ്പൊ ആ കൺട്രോൾ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മോട്ടർ നന്നായിട്ട് പമ്പ് ചെയ്യട്ടെ കേട്ടാ. അങ്ങനെ മുന്നോട്ട് പോട്ടെ കേട്ടാ സീതക്കുട്ടി. നന്നായിരിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം ജിതയിൽ നിന്നും വളരെ നല്ലൊരു പെർഫോമൻസ് അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. ഈ പറഞ്ഞ പോലെ വോയിസിന് നല്ല കൺട്രോള് കിട്ടിയിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ പാട്ടിന് വേണ്ടതായിട്ടുള്ള ഒരു ആ സ്റ്റൈല് തന്നെയാണ് പാടിയത്. ഇത് ചിത്ര ചേച്ചിയാണ് പാടിയതെങ്കിലും ഞാനിപ്പോൾ എം ജെ അങ്കിള് പറഞ്ഞപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയാൻ കാരണം അത് ജിതയുടേതായിട്ടുള്ള രീതിയിലാണ് വോയിസ് ആയാലും ശരി ആ സ്റ്റൈലായാലും ശരി പ്രസന്റ് ചെയ്തത്, പാടിയത് കേട്ടോ. പിന്നെ പുലരി കതിരോൻ അനുപല്ലവിയുടെ അത് കുറച്ച് ചേരാനുണ്ടായിരുന്നു. ബാക്കി ഉള്ള ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ രസമായിട്ട് പാടി. സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരുന്നു അനുപല്ലവിയുടെ. പിന്നെ മറ്റേ എരിവേനൽ പോയേ മഴമാസം പോയേ അതുകഴിഞ്ഞിട്ട് കുളിരും മഞ്ഞും വീണ അതൊരു സംഗതിയില്ലേ അവിടെ. രണ്ടാമത്തെ ആ ട്യൂൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു സംഗതിയില്ലേ, അത് നന്നായിരുന്നു രണ്ടാമത് പാടിയപ്പോൾ. അത് ഞാൻ ഗുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രുതി പ്രശ്നം ഉണ്ടായി മൈന്യൂട്ടായിട്ട്. അത് എം ജി അങ്കിൾ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളും എനിക്ക് സെക്കൻഡ് ഹാഫ് വളരെ മനോഹരമായി. അതിനുശേഷമുള്ളത് നന്നായിട്ട് പാടി. ലാസ്റ്റ് പല്ലവിയും നന്നായിട്ട് പാടി. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് പാടി. ഒരു ആനച്ചന്തം ആ പാട്ടിനുണ്ടായിരുന്നു, നന്നായിരുന്നു. ഗണപതി മേലച്ചന്തം. അപ്പൊ ഇന്ന് മൊത്തത്തിൽ ജിതക്കുട്ടിയുടെ ആ പല്ലവി ആണ് ഇന്ന് ഗോൾ അടിച്ചത് അല്ലേ? മൊത്തത്തിൽ ഇന്നത്തെ എല്ലാരും പറയുന്നത് കേൾക്കുമ്പോ അല്ലെ അതിന്റെ ആ ഒരു ഫോക്കിഷ് ആ ഒരു ഫീലാണ് കുറച്ചുകൂടി ഫോക്കിഷ് വരുന്നത്. ഭയങ്കര രസമുണ്ട് ജിതക്കുട്ടിയുടെ വോയിസിൽ ആ ഒരു ഫോക്ക് ഫ്ലേവർ, ഫോക്ക് ടെക്സ്ചർ കേൾക്കാൻ വേണ്ടി. പുറവേലപ്പുലേക്ക് പഴങ്കഞ്ഞി അങ്ങനെയൊക്കെ പാടുന്നത് ഭയങ്കര രസമുണ്ട്. അതൊക്കെ അത്രേ പറയാനുള്ളൂ. നന്നായി പാടി, വളരെ നല്ല ഒരു പാട്ടായിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, വളരെ നന്നായി പാടി. അപ്പോൾ എനിക്ക് ആ ഒരു ഫോക്കിഷ് ആ ഫ്ലേവർ വന്നത് ഇഷ്ടപ്പെട്ടു, അതാണ് പറഞ്ഞത്. ജിതു, എനിക്ക് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഈ സ്റ്റാമ്പിനെ പറ്റിയാണ്, നമ്മുടെ കയ്യൊപ്പിനെ പറ്റിയാണ്. അത് നമുക്ക് ചിത്ര ചേച്ചിയെ വലിയൊരു റോൾ മോഡലായിട്ട് കാണാൻ പറ്റും. ചിത്ര ചേച്ചി ഇപ്പോൾ ലതാജിയുടെ പാട്ട്, ലതാ മങ്കേഷ്കറിന്റെ പാട്ട് പാടാന്ന് വെച്ചോ, അവിടെ ചിത്ര ചേച്ചി ഉണ്ടാവും. ആശാജിയുടെ പാട്ട് പാടിയാൽ അവിടെയും ചിത്ര ചേച്ചി ഉണ്ടാവും. ജാനകിയമ്മയുടെ പാട്ട് പാടിയാൽ അവിടെയും ചിത്ര ചേച്ചി ഉണ്ടാവും. ചിത്ര ചേച്ചിയുടെ പാട്ട് തന്നെ ചിത്ര ചേച്ചി പാടുമ്പോൾ അവിടെയും ചിത്ര ചേച്ചി ഉണ്ടാവും അല്ലേ? അപ്പൊ എല്ലാവിടെയും ചിത്ര ചേച്ചി ഉണ്ടെന്നുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്റ്റാമ്പ്, ഐഡന്റിറ്റി. സോ യുണീക്ക് ആൻഡ് ഗ്രേറ്റ്. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ ജിതുവിന് ആ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. അത് ബേബി സ്റ്റെപ്സ് ആണെങ്കിൽ പോലും അത് നല്ലതാണ്. അപ്പൊ അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാം. ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നീ അങ്ങോട്ട് നടന്നങ്ങോട്ട് കേറുക, നടന്നോ, ഓടിക്കോ, പറന്നോ. അശ്വിനെ, ഒരു 2 ലൈൻ നമുക്ക് വേണ്ടി ആലപിക്കാമോ?
na 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 la 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 അമൃതമായി അഭയമായി ജനനീ നീയെങ്ങുമില്ലേ ജനിയിലും മൃതിയിലും നിഴലായി നീ കൂടെയില്ലേ മിഴിനീരിൽ മിഴിനീരിൽ തെളിവാനി കനവായി നീ മൊഴി തോറും പുതുമണ്ണിൻ നനവായി നീ ഒരു പാലാഴി പോൽ നെഞ്ചിൽ നീയെന്നും അമൃതമായി അഭയമായി ജനനി നീയെന്നുമില്ലേ. ഉഗ്രം വോയിസ്, നന്നായിട്ട് പാടി. നല്ല ശബ്ദം. നല്ല വോയിസ് ആണ്. അതെ, വെരി നൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. മാർക്കറിയാം അല്ലേ ജിതക്കുട്ടി? ഹാപ്പി അല്ലേ? അവിടുന്ന് കണ്ണെടുക്കരുത് കേട്ടോ, എന്തെങ്കിലും പറഞ്ഞാലോ നീ ഇങ്ങോട്ട് നോക്കുമ്പോ. ഒരു 20+30+40 90 മതിയല്ലേ? കൂട്ടണോ? വേണം. +2 92 +5 97 97. ഇനി കൂടുവോ? കൂടണം. എങ്ങനെയല്ലോ ട്രൈ ചെയ്യോ പാവം കുട്ടി, കാര്യം ചീത്ത കുട്ടിയാണെങ്കിലും അതെ, നല്ല കുട്ടിയല്ലേ? നന്നായി പാടിയല്ലോ. ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. കഷ്ടി +0.25 97.25. അത്ര മതിയോ മധു? കൊടുത്തേക്ക്, പാവം. കുറച്ച് പ്രോഗ്രസ് ഉണ്ട് അത്യാവശ്യം. ഓ എന്തൊരു പാവടാ. ഒരു മാർക്ക് കൂടെ പ്രോഗ്രസ് ചെയ്തോട്ടെ. 98.25 ഔട്ട് ഓഫ് 100 ഫോർ ജിതുക്കുട്ടി. പണ്ടിതൊക്കെ എപ്പോഴും കിട്ടുന്ന മാർക്കായിരുന്നു, ഇപ്പൊ ഇത് അങ്ങനെ ഒന്നും ആർക്കും കിട്ടാറില്ല. ഓക്കെ, അതെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ് ജിതു. കുമ്പാളക്കൂറുമന്നോരിരുന്ന